പ്രിയമുള്ളവരെ, ഇന്ന് വേളാങ്കണ്ണി യാത്രയുടെ വിശേഷമായാലോ? ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ കാഴ്ചകൾ കണ്ടുള്ള യാത്ര. യാത്രക്കിടയിൽ കമ്പമെത്തുന്നതിന് മുമ്പുള്ള പാതയുടെ വശങ്ങളിലെ കാഴ്ചയാണിത്. യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കേരള ഹോട്ടലിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ചിത്രത്തിലും വീഡിയോയിലും ഉള്ളത്. അതിനുശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. വളരെ സ്മൂത്തായ യാത്രയാണ് ആയിരുന്നത്. രാത്രി ആയതുകൊണ്ട് ധാരാളം കാഴ്ചകളില്ലെങ്കിലും വളരെ നന്നായിരുന്നു. അന്ന് അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങി. ആദ്യമേ തന്നെ ഒരു കല്യാണ വീടാണ് കണ്ടത്. അതിനുശേഷം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി. റെയിൽവേ സ്റ്റേഷൻ വളരെ വൃത്തിയായും ഭംഗിയായും തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെയൊക്കെ നമുക്ക് ധാരാളം ആര്യവേപ്പിൻ്റെയൊക്കെ മരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് റെയിൽവേ സ്റ്റേഷനും പരിസരവും സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ അവിടെ ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു റെയിൽവേ സ്റ്റേഷനും പരിസരവും. അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങളാണെങ്കിലും കുറ്റിച്ചെടി മോഡലുള്ള മരങ്ങളാണ് ഉള്ളത്. അതിനുശേഷം പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു നിർമ്മാണ ശൈലിയാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഗോഥിക് മാതൃകയിൽ 16 അല്ലെങ്കിൽ 17 നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് നമ്മുടെ ഈ വേളാങ്കണ്ണി പള്ളി. അതുപോലെ തന്നെ ആദ്യം ഇതൊരു ചാപ്പലായിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷേ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ, ഒരേ സമയം തന്നെ 2-3 അത്ഭുതങ്ങളൊക്കെ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളി പിന്നീട് പോപ്പ് വിശുദ്ധ പള്ളിയായിട്ട് പ്രഖ്യാപിക്കുകയും അത് വളരെയധികം പോപ്പുലർ ആവുകയും ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ 20 മില്യൺ ആളുകൾ, തീർത്ഥാടകർ ഈ പള്ളിയിൽ എത്താറുണ്ട്. ഇനി ഈ പള്ളി അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിന് സമർപ്പിച്ചിരിക്കുന്ന പള്ളിയാണ്. സാധാരണയായിട്ട് രോഗങ്ങൾ മാറാൻ, അതുപോലെ ഏതെങ്കിലും പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകാൻ, ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഈ പള്ളിയിൽ എത്തുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിസ്തൃതമായ പ്രദേശത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി പള്ളി തമിഴ്നാട്ടിലെ നാഗപട്ടണം ഡിസ്ട്രിക്റ്റിലെ വേളാങ്കണ്ണി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുന്ന ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്നത് ഈ പള്ളിയുടെ നിർമ്മാണ വൈദഗ്ധ്യം അല്ലെങ്കിൽ നിർമ്മാണ രീതി തന്നെയാണ്. ഗോഥിക് മാതൃകയിലാണ് ആ പള്ളിയും ആ പള്ളിയുടെ പരിസരത്തുള്ള ശില്പങ്ങളും അല്ലെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഇവൻസും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗോഥിക് ശൈലിയിലാണ്. ഇനി നിങ്ങൾക്കിവിടെ അവിടെ നടക്കുന്ന ചില ആചാരങ്ങൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ രീതികൾ കാണാൻ സാധിക്കും. ഇത് 600 മീറ്റർ ഉള്ള ഒരു മണൽപ്പാതയാണ്. ആ ഭക്തരുടെ ഒരു മെയിൻ ഓഫറിങ് എന്ന് പറയുന്നത് ഈ മണൽപ്പാത മുട്ടിലിഴഞ്ഞ് അത് കടന്ന് അങ്ങനെ പോയി എന്തെങ്കിലും പ്രാർത്ഥനാ സാധ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് കണ്ടോ പലരും ഇരുന്നും നിന്നും ഒക്കെ വളരെ വിഷമിച്ചൊക്കെ അത് കടക്കുന്നുണ്ട്. നല്ല ദൂരമുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടാണ് മുട്ടിലെഴിഞ്ഞ് അത്രയും ദൂരമൊക്കെ പോവുക എന്ന് പറയുന്നത്. അത്രയും മുട്ടിലെഴിഞ്ഞ് പോകാൻ സാധിക്കാത്തവരൊക്കെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കതിന് ചുറ്റും ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെയെല്ലാം മരങ്ങളുണ്ട്. മരങ്ങളുടെ ചുവട്ടിലൊക്കെ ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നൊക്കെയുണ്ട്. ഇപ്പം ഞങ്ങൾ രാവിലെ പോയതുകൊണ്ടാണ് കേട്ടോ ആളുകൾ അധികം കാണാത്തത്. ബാക്കി അവിടെ നിറച്ചും ആളുകളുണ്ട്. ആ സമയത്ത് അവിടെ മാസം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും പേര് പള്ളിക്കകത്തായിരുന്നു. ഇതവിടെയുള്ള വൃക്ഷങ്ങളൊക്കെയാണ്. അപ്പം അതിലൊരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇത് ഇപ്പോഴങ്ങനെ ഒരു ആചാരം ചെയ്യരുത് എന്നവിടെ വിലക്കിയിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും അവിടെ ഒരു മരത്തിൽ തൊട്ടിൽ, താലി, താക്കോൽ തുടങ്ങിയ സാധനം, അതുപോലെ പ്രാർത്ഥനകൾ എഴുതിയ ഒരു മാല, ഇതെല്ലാം അവിടെ ആ മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ കണ്ട വ്യത്യസ്തമായ ഒരു പൂച്ചെടിയാണ് കേട്ടോ ഇത് പള്ളിയുടെ മറുഭാഗമാണ്. അതായത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ കാണുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് നേരെ പുറത്തേക്ക് നടന്ന് പോകാം. ഇപ്പം ഇനി ഇത് പുറത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അവിടുത്തെ ബീച്ചിലേക്കാണ്. അപ്പോൾ ആ ബീച്ച് നമ്മൾ മറ്റ് ബീച്ചുകളിൽ പോയിട്ടുള്ള
അതേ രീതിയിൽ നമുക്ക് അവിടുത്തെ ബീച്ചിനെ സമീപിക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് വൃത്തിയുള്ള ബീച്ചല്ല. കുറച്ച് പ്ലാസ്റ്റിക്കും അതും ഇതുമെല്ലാം അവിടെ അടിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്ത് ചെന്നിട്ട് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് പ്രധാനമായിട്ടും വൃത്തിക്കുറവ് തന്നെയാണ്. പള്ളിയുടെ പരിസരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ആണെങ്കിലും ആ ബീച്ചിലേക്കുള്ള വഴികളിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്ര ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമല്ല. എങ്കിലും ഞങ്ങൾ ചെന്ന ദിവസം നമുക്കവിടെ ബീച്ചിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. ചൂട് കുറവുള്ളൊരു ദിവസമായിരുന്നു പോയത്. അതുകൊണ്ട് ബീച്ചിലൊക്കെ തന്നെ ധാരാളം സമയം ചെലവഴിച്ചു. അവിടെ കണ്ട ചില പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഫ്രഷ് മീനാണെന്നാണ് പറഞ്ഞത്. മീനൊക്കെ പിടിച്ച് മുളക് ഉപ്പൊക്കെ തേച്ചൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. പക്ഷെ അത് അവരെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നുള്ളൊരു ആശങ്കയും അതുപോലെ ആ പരിസരത്തിൻ്റെ ഒരു സ്ഥിതിഗതികളുമൊക്കെ വച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നതിനൊക്കെ ഒരു മാനസികമായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടക സവാരിയൊക്കെ നടത്തുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. ധാരാളം ഇക്കണോമിക് ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, ഉണക്കമീനൊക്കെ ഉണ്ട്. ഈ ഉണക്കമീൻ മറ്റുള്ള ആ ഫ്രഷ് മീൻ വെച്ച ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വിറ്റ് പോവാതെ ഇരിക്കണ ബാക്കി മീൻ അവർ ഉണക്കമീനാക്കാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ യാത്രയൊക്കെ അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും താങ്ക്സ്.